നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൗത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യ 2 T20കളിലും ബെഞ്ചിലിരുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് മൂന്നാമംഗത്തിൽ നറുക്കുവീഴുമോ? ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകർ മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇക്കാര്യമാണ്. ഞായറാഴ്ച രാത്രി 7 മണിക്ക് ധരംശാലയിലാണ് മൂന്നാം T20 നടക്കാനിരിക്കുന്നത്. ഇരു ടീമുകൾക്കും ഈ മത്സരം ഒരുപോലെ പ്രധാനപ്പെട്ടതുമാണ്. അതിനിടെ മുള്ളൻപൂരിലെ രണ്ടാം T20ക്ക് ശേഷമുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. കോച്ച് ഗൗതം ഗംഭീറും സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുമാണ് ഇതിലുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. രണ്ടാം T20യിലേറ്റ 51 റൺസിന്റെ കനത്ത തോൽവിക്ക് ശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറുമായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ വളരെ ഗൗരവത്തോടെ സംസാരിച്ചുകൊണ്ട് നടന്നുപോകുന്നതാണ് വീഡിയോയിലുള്ളത്. പക്ഷേ എന്താണ് ഇരുവരും തമ്മിൽ സംസാരിച്ചത് എന്ന കാര്യം വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. ടീമിനേറ്റ് ഞെട്ടിക്കുന്ന പരാജയത്തെക്കുറിച്ച് തന്നെയാവാം ഇരുവരും സംസാരിച്ചതെന്ന് ശരീരഭാഷയിൽ നിന്നും ഊഹിച്ചെടുക്കാം. ഹാർദിക്കും ഗംഭീറും ടീമിനേറ്റ് തിരിച്ചടിയിൽ ഏറെ അസ്വസ്ഥരാണെന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ടീമിന് എവിടെയാണ് പിഴച്ചതെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് അനിവാര്യമെന്നും ഇവർ ചർച്ച ചെയ്തിരിക്കാം. അതിനിടെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന്റെ ആരാധകർ ഈ വീഡിയോയെ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് ഓപ്പണിംഗിൽ തുടർച്ചയായി ഫ്ലോപ്പാവുന്ന ശുഭ്മൻ ഗില്ലിനെ മാറ്റി പകരം സഞ്ജുവിനെ കളിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഹാർദിക് വാദിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ അവകാശപ്പെടുന്നത്. സഞ്ജുവിനെ ഹാർദിക് പിന്തുണയ്ക്കാനുള്ള കാരണവും ഇവർ എടുത്തു കാണിക്കുന്നുണ്ട്. ഹാർദിക്കും ഗില്ലും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. ഇരുവർക്കുമിടയിൽ ഈഗോ ക്ലാഷുമുണ്ട്. കഴിഞ്ഞ IPL മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള കളിക്കിടയിൽ ഇത് ലോകം കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ടോസിന് ശേഷം മുംബൈ ക്യാപ്റ്റനായ ഹാർദിക് ഹസ്തദാനത്തിനായി കൈനീട്ടിയപ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ ഗിൽ ഒഴിഞ്ഞുമാറിയിരുന്നു. ഇത് പിന്നീട് വലിയ വിവാദമായി മാറുകയും ചെയ്തതോടെ ഗില്ലിന് വിശദീകരണവുമായി രംഗത്ത് വരേണ്ടിയും വന്നു. അതുകൊണ്ട് തന്നെ ദേശീയ ടീമിൽ നിന്നും ഗിൽ പുറത്താവണമെന്ന മോഹം ഹാർദിക്കിനുണ്ടെന്നും അതിനാൽ സഞ്ജുവിനെ വീണ്ടും ഓപ്പണറാക്കാനാണ് കോച്ചിനോട് വാദിച്ചതെന്നുമാണ് ഫാൻസിന്റെ ഭാഷ്യം. പക്ഷേ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന കാര്യം സംശയമാണ്. കാരണം ഗില്ലുമായി അത്ര നല്ല സൗഹൃദമില്ലെന്നതുപോലെ തന്നെ സഞ്ജുവുമായും ഹാർദിക്കിന് വലിയ അടുപ്പമുണ്ടോ എന്നതും സംശയമാണ്. അതേസമയം രണ്ടാം T20യിൽ ആദ്യം ബൌളിംഗിലും പിന്നീട് ബാറ്റിംഗിലും ഒരുപോലെ പാളിയതാണ് ഇന്ത്യൻ പരാജയത്തിന് കാരണം. ബൌളിംഗിൽ ടീമിന്റെ നിർണായക താരമായ അർഷ്ദീപ് സിംഗ് ഒരു ഓവറിൽ 7 വൈഡുകളടക്കം 13 ബോളുകൾ എറിഞ്ഞ് നാണക്കേടിന്റെ ലോക റെക്കോർഡിനൊപ്പം എത്തിയിരുന്നു. പിന്നീട് ബാറ്റിംഗിൽ ഗിൽ ഗോൾഡൻ ഡെക്കായപ്പോൾ അഭിഷേക് ശർമ്മ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം നിരാശപ്പെടുത്തുകയും ചെയ്തു.